പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് ചിലർ പരീക്ഷ പഠിച്ച് തലേദിവസം മറന്ന് ടെൻഷനിൽ ആയിരിക്കും അല്ലെ. പരീക്ഷ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എന്നാ പറയേണ്ടത്, പരീക്ഷ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ സമയത്തായിരുന്ന ഇപ്പം ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. ഈ തലേദിവസമൊക്കെ പഠിച്ച്, തലേദിവസമാണല്ലോ പഠിക്കുന്നത്, തലേദിവസമല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. തലേദിവസം മുഴുവൻ പഠിക്കും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഠിച്ചതൊന്നും ഓർക്കുകയില്ല. ആകെപ്പാടെ ടെൻഷൻ, എന്നാ ചെയ്യുന്ന അറിയത്തില്ല. അങ്ങനെ ആയിരിക്കും നിങ്ങളൊക്കെ എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇത് എല്ലാം തലമുറയിലും ഇത് തന്നെയാ. കാര്യം പരീക്ഷയുടെ തലേദിവസമാണ് നമ്മളെല്ലാം ഉണരുന്നത്. But I'll tell you something. അന്ന് പഠിച്ച് അതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അന്നില്ലാത്തതൊന്ന് നിങ്ങൾക്കിന്നുണ്ട്. യേശു നിങ്ങളുടെ കർത്താവ്. യേശുവിന്റെ കർത്തൃത്വത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, there is a wonderful word in the Bible. There is a wonderful word. Impossible situations വരുമ്പോൾ, ഉദാഹരണത്തിന് സാറയുടെ ശരീരം മുഴുവൻ ജീർണിച്ചിരിക്കുക, ഇനിയും ഗർഭമാകത്തില്ല എന്ന്, womb was dead എന്നാ ബൈബിളിൽ പറയുന്നത്, ഡെഡ്. എന്നാൽ ആ സമയത്ത് ഈ ജാതികളുടെ പിതാവാകും എന്നൊക്കെ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ സാറ ചിരിച്ചു. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ 1ാം റാങ്ക് വാങ്ങിക്കും എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ ഒരു ചിരി വരും. അതുപോലെ ഒരു ചിരി സാറായിക്കും വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഐ ആം ദ ലോർഡ്, ഈസ് ദർ എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ. ഞാനാകുന്നവൻ കർത്തൃത്വം വഹിക്കുമ്പോൾ അസാധ്യത ഇംപോസിബിൾ ബിക്കംസ് പോസിബിൾ. നോക്ക്, വേറെ ആർക്കുമില്ലാത്ത അഡ്വാൻറ്റേജ് ഇന്ന് നിങ്ങൾക്കും എനിക്കുമുണ്ട്. ഒന്ന്, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നമുക്ക് വേണ്ടി തന്നെ ഇരിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ. 2, ഭൂമിയിൽ ജയകരമായ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ ഇരിക്കുക. നൗ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഹി ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ നടക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ ഹീസ് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഹെൽപ്പ് യു. പലപ്പോഴും നമ്മൾ നമ്മുടെ അധ്വാനത്തിൽ പഠിക്കണം, പഠിക്കാതിരിക്കരുത്. പണ്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ മണ്ടത്തരം ഉണ്ടായിരുന്നു. നമ്മളായിരുന്നു നമുക്ക് ഈ ക്ലാസ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മളാണല്ലോ പേപ്പർ കൊണ്ടുപോകുന്നത്. തലേദിവസം ബൈബിളിൽ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുതിയാൽ ഫസ്റ്റ് മാർക്ക് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനത്തെ പൊട്ടത്തരമൊന്നും ആരും വിചാരിക്കരുത്. പഠിക്കാനുള്ളത് പഠിക്കണം. പക്ഷെ പഠിക്കുമ്പോൾ ഒരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത യേശു പറഞ്ഞിരിക്കുന്നത്, അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. യേശുവിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കും, ദൈവവചനം ഓർമ്മിപ്പിക്കും. മാത്രമല്ല, ഹി വിൽ ബി സോ മച്ച് ഇൻവോൾവ് ഇൻ യുവർ ലൈഫ്. പഠിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവൻ ഓർത്തിരിക്കുവാൻ നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ എനിക്കറിയത്തില്ല ഇതെങ്ങനെ മാനേജ് ചെയ്യണം, എന്നെ ഒന്ന് സഹായിക്കും എന്ന് പറഞ്ഞാൽ, you won't feel it, but something extraordinary will happen. ഇന്ന് പേടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. നിങ്ങൾ ചെയ്യേണ്ട എഫേർട്ട് നിങ്ങൾ ചെയ്യണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഏതൊക്കെ ഏരിയ പഠിക്കേണ്ടത്, പഠിച്ചില്ലല്ലോ എന്ന് വെച്ച് ഭാരപ്പെട്ടു പോകരുത്. പഠിച്ചതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ആ കോൺഫിഡൻസോടെ ഹോളി പോകണം. കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ആത്മാവ്. ഓരോന്നും എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്. ചിലർ സീനിയേഴ്സ് ഉണ്ട്, അവർക്ക് വൈവ അവാർഡ്സ്, ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കാം. പക്ഷേ നോ വൺ തിങ്, നിങ്ങൾ എന്താ പറയേണ്ടിയെന്ന് പോലും നിങ്ങളുടെ വായിൽ വാക്കുകൾ തരുന്നവനാ പരിശുദ്ധാത്മാവ്. എല്ലാ കാര്യത്തിലും ഹി ഈസ് യുവർ ഗൈഡ്.
സോ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും അധികം വേണ്ടിയത് എന്താ? ഒന്ന്, യേശുവിൻ്റെ കർത്തൃത്വം എൻ്റെ മേലുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പ്. The I am is my Lord. Number 2, Holy Spirit, the I am is my helper. Jesus Christ, the I am, is praying for me. ഇത്രയും I am covered totally. അത് കോൺഫിഡൻസ്. 2, ഞാൻ പഠിച്ചിട്ടില്ല എന്ന ചില പോർഷനൊക്കെ നമ്മൾ റിവിഷനൊക്കെ ചെയ്യുമ്പോൾ വിട്ടുപോകും. അതിനെക്കുറിച്ച് വിചാരപ്പെടുത്തു, അയ്യോ അതുകൂടെ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പഠിച്ചത് അത് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. ആ കോൺഫിഡൻസ്, പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതൂടെ വെള്ളത്തിലാക്കി അതിൻ്റെ പുറത്തോട്ട് വെച്ച് ബ്രഷ് യുവർ സെൽഫ്, ഹെൽപ്പ്, ആസ്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഏറ്റവും വലിയ കാര്യം, ഹാവ് എ കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ് ദാറ്റ് ഈ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൊമോഷൻ ഫ്രം വൺ ക്ലാസ് ടു അതർ. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയാൽ 12ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടും. നൗ ചില ടോപ്പിക്സിൽ നമ്മൾ വീക്കായിരിക്കാം, പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ പുവർ സ്റ്റുഡൻസ് ആണെന്നല്ല. എൻ്റെ മൂത്ത സഹോദരൻ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന പഠിപ്പിക്കുന്ന ഒരാളാണ്, എല്ലാ IIMസിലും പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഹൗ ടു പ്രിപ്പയർ, ഹൗ ടു സ്റ്റഡി എ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ബുക്ക് തുറക്കുന്നതിന് മുമ്പായി ബുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പേപ്പറും പെന്നും എടുത്ത് അതിനെക്കുറിച്ച് അറിയാവുന്നതെല്ലാം നമുക്കറിയാവുന്നത് എഴുതണം. നമുക്കറിയാവുന്ന എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് ബുക്ക് തുറന്ന് നോക്കിയാൽ നമ്മൾ എഴുതിയത് പലതുമായി ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ബുക്ക് എഴുതിയ ആളുടെ അതേ ഐക്യുവാണ് നമ്മുടേത്. സോ ആ കോൺഫിഡൻസ് ബിൽഡപ്പ്. ഈ പരീക്ഷയിൽ, ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ ഉത്തമ ബോധം എനിക്കുണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ബ്യൂട്ടിഫുൾ മാർക്കോടെ ആയിരിക്കും പാസ്സാകുന്നത്. കാരണം ഇത് ഇയർ ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ഇയർ ഓഫ് അൺയൂഷ്വൽ ഫേവർ. ഈ വർഷം 31-ാം തീയതി കേട്ട ദൂത് അത് വേർഡ് ഓഫ് ഗോഡ്, ദൈവം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അക്കംപ്ലിഷിങ്, കഴിഞ്ഞ വർഷം തോറ്റ ടോപ്പിക് എല്ലാം ഈ വർഷം ഞങ്ങൾക്ക് ബെസ്റ്റ് മാർക്കോടെ പാസ്സാകും. അകത്ത് സ്പീക്ക് ദ വേർഡ് പറയണം. ദിസ് ഇയർ ഐ വിൽ അക്കംപ്ലിഷ്, എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും. നിങ്ങൾ 31-ാം തീയതി ഉണ്ടായിരുന്നപ്പോൾ കേട്ടതാണല്ലോ, പ്രത്യേക നിലയിൽ വിദ്യാഭ്യാസത്തിന് പരാജയപ്പെട്ടവർ അത് കംപ്ലീറ്റ് ചെയ്യും. ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഐ നോ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. പഠിക്കണം. എൻ്റെ ആഗ്രഹം, കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിലെ ഉപ്പും വെളിച്ചമാകണം. എൻ്റെ ആഗ്രഹം ഹെവൻലി ഫീസ്റ്റിലെ കുഞ്ഞുങ്ങൾ, നോക്ക് 600 കളക്ടർമാരാണ് ഇന്ത്യയിൽ മുഴുവൻ ഉള്ളത്. നിങ്ങളായിത്തീരണം, നിങ്ങൾ വെളിച്ചമാകണം, നിങ്ങൾ ഉപ്പാകണം, ആകും. കാരണം ദി ഐ ആം ഇസ് ദ ലോർഡ്. സൂപ്പർ നാച്ചുറൽ ഫേവർ, സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മേൽ വരും. എല്ലാം ഭയത്തിൻ്റെ മുഖം പൊട്ടട്ടെ. മാത്രമല്ല, വേറെ ആര് പറയുന്നതും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ അപ്പനും അമ്മയും വഴക്ക് പറയും, പഠിക്ക്, നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ദേഷ്യമുള്ളത് കൊണ്ടല്ല, അവർ പ്രതീക്ഷ വെക്കുക. അതുകൊണ്ട് അത് കണ്ട് പേടിക്കരുത്. നമ്മൾ ആത്യന്തമായി ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ചിൽഡ്രൻ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മാർക്ക്. നൗ ബി കോൺഫിഡൻറ്റ്. അത് മാത്രം നഷ്ടപ്പെടരുത്, ഉറപ്പുണ്ടായിരിക്കണം. യേശു കർത്താവ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ വലിയ വലിയ ആൾക്കാർ ചെയ്തവരാരും വലിയവരായി ജനിച്ചവരല്ല, അവരുടെ അധ്വാനം കൊണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പോയമുണ്ട്. അത് ഇങ്ങനെയാണ്: ലൈഫ്സ് ഓഫ് ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് were not attained by a sudden flight. They, while their enemies slept, were toiling upward in the night. വലിയ വലിയ സ്ഥാനത്തെത്തിയവർ ഒറ്റയടി ഓവർനൈറ്റ് എത്തുമല്ലായിരുന്നു. അവരുടെ ശത്രു ഉറങ്ങുമായിരുന്നപ്പോൾ, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഉറങ്ങുമായിരുന്നപ്പോൾ രാവും പകലും അവർ അധ്വാനിച്ച് മുകളിൽ കയറിയതാണ്. സോ എന്നെ കാണുകൊണ്ടിരിക്കുന്നവർ, എന്നെ കണ്ട ഓരോ TNT കുഞ്ഞുങ്ങൾ, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം, നിങ്ങൾ എൻ്റെ മക്കളാണ്. നിങ്ങൾ പഠിക്കണം.
മറ്റുള്ളവർ 1 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ 10 മണിക്കൂർ പഠിക്കണം. കാര്യം എന്താ? നിങ്ങളുടെ റിസൾട്ട് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന റിസൾട്ടായി മാറാനാണ്. കൂടുതൽ പഠിക്കണം, കൂടുതൽ അധ്വാനിക്കണം ഈ ദിവസങ്ങളിൽ. നമ്പർ 1 ആകും. ആൻഡ് ഐ ക്യാൻ അഷ്വർ യു, ഗോഡ് ഈസ് ഫോർ us. ദൈവം നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ ഒന്നാമനാക്കിയിട്ട് വേണം യേശു നിങ്ങളുടെ സ്കൂളിൽ, ജില്ലയിൽ, സംസ്ഥാനത്ത് പറയുവാൻ, ഇത് എൻ്റെ മകൻ. റെഡിയാണോ? പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ടീൻസും 20സും മാത്രമല്ല, പരീക്ഷയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഐ റിലീസ് എ സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗ് അപ്പോൺ ദെയർ ലൈഫ്. I release a supernatural favor upon their life. I speak blessing upon their life. വായിലൂടെ കർത്താവേ, ഇന്ന് ഞാൻ അനുഗ്രഹം അവരുടെ മേൽ കൽപ്പിക്കുകയാണ്. അവരുടെ മേൽ സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗ് കൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ വിദ്യാഭ്യാസത്തോട്, വിദ്യ പഠിക്കാൻ പറ്റാത്ത വിധം ബുദ്ധിയെ കെട്ടിവെച്ചിരിക്കുന്ന മുഴുവൻ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. Let it be broken in the name of Jesus. Mind free ആകട്ടെ, കോൺഫിഡൻസ് ബിൽഡപ്പ് ആകട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് I pray that you will pour your anointing upon them. Pour your anointing, Jesus. Let your powerful anointing hit them, cover them. And Father, I pray that your favor will be upon them like never ever before. കർത്താവേ, ഈ വർഷത്തെ അങ്ങയുടെ ഞങ്ങൾക്കുള്ള ദൂതാണ് ഇയർ ഓഫ് അക്കംപ്ലിഷ്മെന്റ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇയർ ഓഫ് അക്കംപ്ലിഷ്മെന്റ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ വലിയ അക്കംപ്ലിഷ്മെന്റ്സ് ഉണ്ടാകട്ടെ. അവർ പരാജയപ്പെട്ടിടത്ത് തന്നെ ഒന്നാമനായി തീരട്ടെ. അനുഗ്രഹിക്കുകയാണ്. ഐ സ്പീക്ക് അഗെയിൻ ബ്ലെസ്സിങ്സ് അപ്പോൺ യുവർ ലൈഫ്. ഐ സ്പീക്ക് അനോയിന്റിംഗ് അപ്പോൺ യുവർ ലൈഫ്. ഐ സ്പീക്ക് സൂപ്പർ നാച്ചുറൽ ഫേവർ അപ്പോൺ യുവർ ലൈഫ്. താങ്ക് യു മൈ ഫാദർ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ I felt a power of God coming and releasing upon your life. I was speaking blessings. ചില സമയത്ത് ഞാൻ പണ്ട് ഹൈദരാബാദിൽ പോയ സമയത്ത് +2 വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പഠിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ there was something which was stopping. അതേ അനുഭവം ഞാൻ ചിലർക്ക് നല്ലതായിട്ട് പഠിച്ചു വന്നത് പരീക്ഷ എടുക്കാറായപ്പം ഒന്നും തലയിൽ കയറുന്നില്ല. ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോയി നോക്ക്, നിങ്ങൾ വായിച്ചതിനേക്കാളും ബെസ്റ്റായിട്ട് മനസ്സിലാക്കും. A supernatural favor of God is upon you. Anointing is upon you. Jesus Christ is Lord. Holy Spirit is the helper. Father taking care of all in all. God bless you.